സാധാരണയായി ഒരു കാര്യം സാധിക്കണമെങ്കിലൊക്കെ നമ്മൾ ചില വ്യക്തികളെയൊക്കെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് സോപ്പൊക്കെ ഇട്ട് നിർത്തുന്ന ചില തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രം തന്നെയാണ് ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജി കാലമത്രയും കേന്ദ്രത്തിനോട് പയറ്റിക്കൊണ്ടിരുന്നത്. മമതാ ബാനർജി കഴിഞ്ഞ 10 വർഷത്തിലധികമായി കേന്ദ്രത്തിലെ പ്രമുഖരായ നേതാക്കൾക്ക് നരേന്ദ്രമോദി ഉൾപ്പെടെ പലർക്കും സ്പെഷ്യൽ മാങ്ങ അയക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്ന് എത്ര പേർക്കറിയാം. ഈ വിശിഷ്ട ഉപഹാരം അയച്ചത് 10 വർഷങ്ങളോളം 10 വർഷത്തിലേറെ ആയി അത് ആ ഒരു പതിവ് മമത തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. മോദിക്ക് ദീദിയുടെ സമ്മാനം നോക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ഞെട്ടൽ തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് തുടങ്ങിയത് ഇന്നലെയോ അല്ല, ഏകദേശം 10 വർഷത്തോളം 10 വർഷത്തിലധികമായി മമത ഈ ഒരു സമ്മാനം നൽകൽ തുടങ്ങിയിട്ട്. ബംഗാളിലെ നാടൻ ഇനങ്ങളായ ഹിമസാഗർ, മാൾദ, ലക്ഷ്മൺ ഭോഗ് എന്നീ മാമ്പഴങ്ങളാണ് നൽകിയിരുന്നത്. 2011 ആദ്യമായി ബംഗാൾ മുഖ്യമന്ത്രി ആയപ്പോഴാണ് മമത പ്രധാനമന്ത്രിക്ക് മാമ്പഴങ്ങൾ സമ്മാനമായി അയക്കുന്ന പതിവ് ആരംഭിച്ചത്. പലപ്പോഴും ഇവർ രണ്ടാളും തമ്മിലുള്ള പോരുകൾ കാണുമ്പോൾ ഇതൊക്കെ ശരിയാണോ എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അത് വളരെ ശരിയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇത്തരം സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ധിക്കാര മനോഭാവമൊക്കെ ഉണ്ട് എങ്കിലും വളരെയധികം ഉപചാരശീലമുള്ള ആളാണ് അത്രേ മമതാ ബാനർജി. മമതാ ബാനർജിയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസും മോദിയുടെ BJPയും വളരെ വലിയ ഒരു, അതായത് ശത്രു സ്ഥാനത്താണ് രണ്ടുപേരും നിൽക്കുന്നത്. വളരെ വലിയ ഒരു കൊമ്പുകോർക്കലാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല മമതാ ബാനർജിയുടെ ലിസ്റ്റിലുള്ളത്. പ്രധാനമന്ത്രിയെ കൂടാതെ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദിന്, അതുപോലെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന വെങ്കയ്യ നായിഡുവിന്, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ന് വേണ്ട കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഇവർക്കൊക്കെ മമതയുടെ ആ മാമ്പഴ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒരിക്കൽ നരേന്ദ്രമോദിക്ക് കുർത്ത സമ്മാനിച്ചത് എങ്ങനെയോ മമതാ ബാനർജി അറിഞ്ഞുത്രേ. അങ്ങനെയാണ് 2 കുർത്തകൾ മോദിക്ക് സമ്മാനമായി അയച്ചു എന്ന് 2019 മോദി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. സമ്മാനങ്ങൾ അയക്കുക എന്നത് എപ്പോഴും ബംഗാൾ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതിലപ്പുറം ഒന്നായും വ്യാഖ്യാനിക്കേണ്ട എന്നാണ് അന്ന് ആ വാക്കുകൾക്ക് മറുപടിയായി മമത പറഞ്ഞത്. നടൻ അക്ഷയ് കുമാറുമായുള്ള ഒരു അഭിമുഖത്തിനിടെയാണ് മമത ഇത്തരത്തിൽ സമ്മാനം നൽകുന്ന കാര്യം മോദി വെളിപ്പെടുത്തിയത്. എല്ലാ വർഷവും മമത ഇങ്ങനെ സമ്മാനങ്ങൾ നൽകാറുണ്ട്. അവർ തന്നെ സെലക്ട് ചെയ്യുന്ന കുർത്തകൾ വർഷാവർഷം നൽകാറുണ്ട് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഷെയ്ഖ് ഹസീന എല്ലാ വർഷവും ഡിഫറെന്റ് ആയിട്ടുള്ള, വെറൈറ്റി ആയിട്ടുള്ള മധുര പലഹാരങ്ങൾ നൽകുന്നു എന്നറിഞ്ഞാണ് വർഷത്തിൽ 1-2 തവണ ഇങ്ങനെ മാമ്പഴമായിട്ടും സ്വീറ്റ്സ് ആയിട്ടും ഒക്കെ അയക്കാൻ തുടങ്ങിയത് എന്നായിരുന്നു മോദിയുടെ വാക്കുകൾ. ഈ അഭിമുഖം പുറത്തു വന്ന ഉടൻ കോൺഗ്രസ് വളരെ ശക്തമായ വിമർശനം മമതയ്ക്ക് നേരെ ഉന്നയിച്ചു. BJPയും തൃണമൂലും തമ്മിൽ രഹസ്യ ധാരണ ഉണ്ട് എന്നതിന്റെ സൂചനയാണ് മോദിയുടെ അഭിമുഖം എന്നാണ് അന്ന് കോൺഗ്രസ് നടത്തിയ വിമർശനം. മോദിയുടെ മമതയുടെ സുഹൃത്ത് ബന്ധം അത് മാത്രമാണ് അത് തെളിയിക്കുന്നത് എന്നാണ് അന്ന് അതിന് ഒരു വിശദീകരണങ്ങളായിട്ടൊക്കെ വന്നത്. ഇതിന് മറ്റൊരു വശം കൂടി ഉണ്ട് എന്ന അഭിപ്രായങ്ങളും പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരുമായി എപ്പോഴും സംഘർഷം തന്നെയാണ്. ആ സംഘർഷത്തിന് ഒരു അയവ് വരുത്താൻ വേണ്ടിയിട്ടാണ് മമതാ ബാനർജി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അതിനായിരുന്നു മാമ്പഴ നയതന്ത്രവുമായിട്ട് 10 വർഷത്തിലധികമായിട്ട് മമത തുടർന്നത് എന്നാണ് മറ്റൊരു അടക്കം പറച്ചിൽ. ബംഗാളിൽ നിന്നുള്ള മാമ്പഴങ്ങൾ മമതാ ബാനർജി ഇങ്ങനെ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചത് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കടുക്കുമ്പോഴാണ് അത്ര ഒരു ശീലം തുടങ്ങിയത് എന്നതും ശ്രദ്ധേയമായിരുന്നു. എന്തായാലും അവരുടെ ആ ഉപചാരശീലത്തെ നമുക്ക് ആദരിക്കാം. ആ ഒരു ഉപചാരശീലത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ മാങ്ങകൾ നിറച്ച ബോക്സുകളൊക്കെ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആൾക്കാർക്കുമൊക്കെ അവർ അയച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ മമത തന്റെ ജീവിതത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തോൽവിയാണ് പശ്ചിമബംഗാളിൽ. പശ്ചിമബംഗാൾ ആരും നോക്കില്ല, പശ്ചിമബംഗാൾ ഇങ്ങനെ തന്നെ തുടരാമെന്ന് മമതാ ബാനർജി പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനൊരു മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അവിടെ തോൽവി ഉണ്ടായിരിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞ് വളരെ ഇമോഷണലി ആ സീറ്റിൽ കയറിയിരുന്ന മമതയെ ചവിട്ടി പുറത്താക്കുക, അക്ഷരാർത്ഥത്തിൽ ചവിട്ടിൽ പുറത്താക്കുക എന്ന ഒരു നയം തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരിക്കൽ വിമാനത്താവളത്തിൽ വെച്ച് യശോദാബെന്നിനെ മമതാ ബാനർജി കാണുകയുണ്ടായി അത്രേ. മമതാ ബാനർജി അവർക്കൊരു സാരി സമ്മാനം നൽകിയതായിട്ടും എവിടെയോ വായിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ കാണാൻ ഡൽഹിക്ക് പോവാൻ കൊൽക്കത്ത വിമാനത്താവളത്തിൽ എത്തുമ്പോഴാണ് അത്രേ യശോദാബെന്നിനെ കണ്ടത്. എന്തായാലും സന്തോഷത്തോടെ ഉപഹാരങ്ങൾ അത് ശത്രുക്കൾ നൽകിയാലും അതൊരു മനോഹരമായ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നത് സമ്മതിക്കാതെ വയ്യ. എന്തായാലും ഇനി ഈ സമ്മാനങ്ങളൊക്കെ അവസാനിക്കുകയാണ്, സമ്മാന പെരുമഴ അവസാനിക്കുകയാണ്. സമ്മാനങ്ങളില്ലാതെ, ബന്ധങ്ങളില്ലാതെ ഒരു പുതിയ ലോകത്തേക്കുള്ള മടങ്ങിപ്പോക്ക്, ഒരു പഴയ ലോകത്തിലേക്ക് തന്നെയുള്ള മടങ്ങിപ്പോക്കാണ് മമതാ ബാനർജിക്ക് ഇനി മുന്നിലുള്ളത്. എന്തായാലും ഇനിയും പുറത്തിരുന്നാലും ഒരുപാട് പ്രശ്നങ്ങൾ മമത ഉണ്ടാക്കും, സംഘർഷത്തിന്റെ ഭാഗമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രം തികഞ്ഞ ജാഗ്രതയിൽ തന്നെയാണ് ഓരോ കരുക്കളും നീക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.